സ്നേഹമുള്ളവരെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ. കാരണം ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം എന്നുള്ള വിധത്തിൽ പ്രാർത്ഥനയില് തമ്പുരാനിലേക്കുള്ള ഒരു സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ കൂടുതൽ പ്രത്യേകിച്ച് ക്രിസ്മസിന് വേണ്ടി ഭൗതികമായിട്ട് നമ്മൾ എല്ലാവരും ഒരുങ്ങുന്നതോടൊപ്പം ആത്മീയമായ ഒരു വലിയൊരു ഒരുക്കം നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. ഇന്ന് നമ്മൾക്ക് ധ്യാനിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം വിശുദ്ധ ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 56-ാം തിരുവചനമാണ്. മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ച് പിന്നെ വീട്ടിലേക്ക് മടങ്ങി. സഹോദരങ്ങളെ, അത് ഈ ഒരു വചനമായിട്ട് ബന്ധപ്പെടുത്തി ആഹ് ആഹ് ആവശ്യത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആവശ്യക്കാരന് ഇടം കൊടുക്കുന്ന ജീവിതമാകണം നമ്മുടേത് എന്ന ഒരു ചിന്തയാണ് എന്നോട് പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശവും അത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കും. കാരണം നമ്മള് സുവിശേഷത്തില് പ്രത്യേകിച്ച് ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 7-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽക്കുട്ടിയിൽ കിടത്തി. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു, സ്ഥലം ലഭിച്ചില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുൽക്കൂട് എന്ന് പറയുന്നത് മനുഷ്യവംശം അല്ലെങ്കിൽ ഈശോയെ സ്വീകരിക്കേണ്ടവര് ഈശോയോട് കാണിച്ച ഒരു അവഗണനയുടെ ഒരു പ്രതീകം കൂടിയാണ്. അവിടെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാകുന്നത്. പ്രത്യേകിച്ച് തന്റെ ശുശ്രൂഷ ആവശ്യമായിരുന്ന ഒരാളെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് കേട്ടപ്പോൾ വേറൊന്നും ചിന്തിക്കത്തില്ല. തന്റെ അവസ്ഥ, താനായിരിക്കുന്ന അവസ്ഥ, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. അതായത് മംഗളവാർത്ത കേട്ട പരിശുദ്ധ അമ്മ ആദ്യം ചെയ്യുന്നത് എലിസബത്തിന്റെ അടുക്കിലേക്ക് വചനം പറയാണ്, തിടുക്കത്തിൽ പോയി അവളോടൊത്ത് 3 മാസത്തോളം താമസിക്കും. എന്ന് പറഞ്ഞാൽ എലിസബത്തിന് 6-ാം മാസമാകുമ്പോഴാണ് മറിയത്തിന് മംഗളവാർത്ത ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യോഹന്നാനെ പ്രസവിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞ് പരിശുദ്ധ അമ്മ അവിടെ എലിസബത്തിന് ശുശ്രൂഷ ചെയ്തു എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അവിടെ തന്നെക്കുറിച്ചൊരു ചിന്തയില്ല എന്നുള്ളത് സത്യമാണ്. സ്വാർത്ഥതയില്ല, തന്റെ കാര്യത്തെക്കുറിച്ച് വ്യഗ്രതപ്പെടുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞ ഒരു ദൈവമനുഷ്യന്റെയും ദൈവികമായി നയിക്കപ്പെടുന്ന ഒരു കുടുംബത്തിന്റെയും പ്രത്യേകത അതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുക. കാരണം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാല് പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു സ്വർഗീയ അരുളപ്പാടുണ്ടായി, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഉടനെ ഈ കന്യക ഗബ്രിയേൽ ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഒരു സന്ദേശം ശരിക്കും പറഞ്ഞാൽ വേറെ ഏതൊരു ആളാണെങ്കിലും, പ്രത്യേകിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ട് ഈ സന്ദേശത്തെ കുറിച്ച് പറയാൻ പോകുന്നത് യൗസേപ്പിനോട്. കാരണം യൗസേപ്പ് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് ഈ കന്യകയ്ക്ക് അറിയാം. പക്ഷേ അവിടെ അങ്ങനെ ഒരു വ്യഗ്രത ഒന്നുമില്ലാതെ, എന്ന് പറഞ്ഞാൽ വ്യഗ്രത ഇല്ലെന്നല്ല, ആകുലത ഇല്ലെന്നല്ല, ആ ആകുലത പരിപൂർണമായിട്ടും ദൈവത്തിൽ സമർപ്പിച്ച്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം, അതായത് ദൈവഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച അമ്മ പിന്നെ സ്വാർത്ഥതയ്ക്ക് അവിടെ സ്ഥാനമില്ല, നേരെ ഓടുകയാണ്. അതായത് തിടുക്കത്തിൽ പോയി എന്നാ വചനം. എന്തിനാണ് അത്? തന്റെ ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് ഹൃദയത്തിൽ ഇടം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓടുന്നത്. സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, നമ്മൾ ആദ്യം പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സഹായം അർഹിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം നമ്മുടേതെന്ന അല്ലെങ്കിൽ ഈ സ്വാർത്ഥതയുടെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങും, എങ്കിലേ പറ്റൂ.
അതാണ് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. വചനത്തിൽ ശ്രദ്ധിച്ചോ, എവിടെയെല്ലാം യഥാർത്ഥ ദൈവാനുഭവം ഉണ്ടായവരെല്ലാം സ്വാർത്ഥതയുടെ കൂട് പൊട്ടിച്ച് പുറത്ത് കടന്നവരാണ്. പിന്നെ അവര് തങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്ക് ഒരിക്കലും ഈശോയുടെ ദൗത്യം, ഈശോയെ പരമേൽപ്പിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറയാം. താബോർ മലയിൽ ഈശോയുടെ രൂപാന്തരീകരണം കണ്ട പത്രോസും യാക്കോബും യോഹന്നാനും, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ബാക്കി ഇങ്ങനെയാണ്: 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയായി. തങ്ങളെക്കുറിച്ച് അവർ മാറുന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാ ശിഷ്യന്മാരുടെ ജീവിതത്തിലെടുത്തും അവര് ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സ്വന്തം നാട്, സ്വന്തം വീട്, സ്വന്തം എന്നുള്ളതെല്ലാം മാറ്റി എല്ലാവരിലേക്കും ഇറങ്ങി. സഹോദരങ്ങളെ, അത് തന്നെയാണ് ഈ മറ്റുള്ളവർക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുക. ആദ്യം വേണ്ടത് നമ്മുടെ എന്റേത് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയുടെ കൂട് പൊട്ടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടം നമ്മുടെ ഉള്ളിലും ആ ഒരു അനുഭവത്തിന് വേണ്ടി നമുക്ക് തീഷ്ണതയോടെ ആഗ്രഹിക്കണം. പ്രത്യേകിച്ച് കുടുംബങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഒക്കെ നമ്മള് ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ധാരാളം കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൽ ഇടപെടും, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കുഞ്ഞുങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതെല്ലാം ഈ ഇടം കൊടുക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും ആവശ്യമുള്ളവരുടെ കൂടെ ആയിരിക്കും. എമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ അതാണല്ലോ, ദൈവം നമ്മോട് കൂടെ. ഇന്ന് ദൈവം നമ്മോടുകൂടി ആയിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടി ആയിരിക്കും, നമ്മിലൂടെയാണ്, മറ്റുള്ളവരിലൂടെയാണ്. അപ്പോൾ സഹായം അർഹിക്കുന്നവന് ദൈവ സാന്നിധ്യമാകുന്നത് നമ്മളാണ്. എമ്മാനുവേൽ സാന്നിധ്യമായിട്ട് കടന്നു ചെല്ലേണ്ടത് നമ്മളാണ്. ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവരെയും പങ്കെടുക്കാൻ സാധിക്കാതെ പോയവരെയും, ആത്മീയമായിട്ട് ഈ കൂട്ടായ്മയോട് കൂടി ആയിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ അങ്ങ് കൈനീട്ടി ആശീർവദിക്കണമേ. കൃപാവരുത്താൽ നിറയ്ക്കണം. കൂടുതൽ തീഷ്ണതയോടെ അങ്ങ് തിരുപ്പിറവിക്ക് വേണ്ടി വരുന്നു ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥ വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണം. കർത്താവ് വിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുന്നത്. ആമേൻ.